ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നമ്മളെല്ലാം ഡിഫറെൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ അങ്ങോട്ട് ഡിഫറെൻ്റ് ആയിട്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല, കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഡെയിലി ചെയ്യണം ചേച്ചി എന്നും പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഈ കറൻറ്റ് ഫീലിങ്സ്, അവരുടെ ഉള്ളിലെ വിചാരങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയണം. അത് സഡൻലി അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് പോവാം. അപ്പം മെഡിറ്റേഷൻ്റെ പറ്റൊക്കെ കണ്ടിട്ട് ഓടി വരും കേട്ടോ. കുറച്ച് സമയം മെഡിറ്റേഷനൊക്കെ ഞാനിപ്പോൾ വെക്കുന്നുള്ളൂ. അതിനും ഇനി മറ്റേ ശുഷ്കം പിടിക്കണ്ട. ഓക്കെ, അതും കൂടെ കണ്ടിട്ട് ഓടി വരിക. ഈ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് വരുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, ഞാൻ മുന്നത്തെ റീഡിങ്സിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് അറിയുന്നില്ലെങ്കിൽ എടുത്ത് പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ടാരറ്റ് റീഡിങ്. അതായത് ഞാനത് അറിഞ്ഞു വെച്ചതാണ്. കുറച്ചധികം സമയം ഞാൻ വെച്ചിരുന്നു. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ചിരുന്നു. പക്ഷേ അത് നിങ്ങൾ അടിച്ചുവിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്കത്, എനിക്ക് നിങ്ങൾ അടിച്ചു വിടുന്നുണ്ടെങ്കിൽ അതെനിക്ക് യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഒത്തിരി പേരും അങ്ങനെയാണ് ചെയ്യുന്നത്. കാണുന്നവരുണ്ട്, വളരെയധികം പേര് കാണുന്നവരുണ്ട്, കാണാത്തവരുണ്ട്. അപ്പം അത് നമ്മുടെ ചാനലിനെ ബാധിക്കും. അതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം കൂടുതൽ ആളുകളും കാണാണ്ടിരുന്നാൽ അത് എനിക്ക് മോശമാണ്. അങ്ങനത്തെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം മേ ബി നമ്മുടെ ചാനലിൽ ഇപ്പോൾ വ്യൂസ് കുറവും. അപ്പം എനിക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ നമ്മുടെ 3 ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് വയ്ക്കുക, കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Current feelings of your person. Current feelings of your person. നമുക്കെല്ലാം എടുത്തു വയ്ക്കാം. നിങ്ങളുടെ വ്യക്തി ഈ നിമിഷം, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് വിമിഷ്ടം മുട്ടുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറയാം. എല്ലാതും ഒന്നും എനിക്കിതിലൂടെ പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളോടുള്ള സ്നേഹം കുറച്ച് അധികരിച്ച് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമൊക്കെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളായിട്ടുള്ള സ്നേഹം അവർക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല എന്നുള്ളത് കൂടെ അവർ തെളിയിച്ച് തരുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു വലിയ വിങ്ങലായിട്ട് തന്നെ അവരുടെ ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളത് വളരെ ഫിനിഷായിട്ട് എനിക്ക് അറിയുന്നുണ്ട്. അതായത് അവരുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ സ്നേഹം അവരെ ഇങ്ങനെ വലിക്കുന്നുണ്ട്. കൊളുത്തി വലിക്കുക എന്നൊക്കെ പറയില്ല, ഊണ് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചാലൊക്കെ ഒരു കൊളുത്തി വലിപ്പ് വരില്ലേ, ദാറ്റ്സ് ഫീലിംഗ് അബൌട്ട് ദിസ് ഗൈറ്റോ. അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിൽ നിന്നും അവർ ഫീൽ ചെയ്തിട്ടുള്ള ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊന്നും അവർക്ക് മറ്റാരുടെയും കയ്യിൽ നിന്നും ഫീൽ ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അവരുടെ ലൈഫിൻ്റെ പല സ്റ്റേജിലെത്തുമ്പോഴും അവരെ ഒരു താങ്ങായിട്ടും ഒരു തണലായിട്ടും കൈപിടിച്ചുയർത്താനായിട്ട് വളരെയധികം ശ്രമിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ട്ണർ തന്നെയാണ് നിങ്ങൾ. ആ നിങ്ങളുടെ സ്നേഹം അവർക്ക് കുറച്ച് സമയം ഇല്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഫീലിംഗ് ലോൺലിനെസ് ഫോർ ദെയർ മൈൻഡ്. ഓക്കെ, അവരുടെ മൈൻഡിൽ വളരെ ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു. നിങ്ങളില്ലാത്തൊരു നിമിഷം പോലും അവർക്ക്
ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ ഏത് കാരണം കൊണ്ടായിക്കൊള്ളട്ടെ, ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുന്നത്. പക്ഷെ അവരതിലൊരുപാട് ഖേദിക്കുന്നുണ്ട്, അവരതിലൊരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും റിക്കവർ ആവാൻ ഞാൻ എന്ത് ചെയ്യണം, ഏത് രീതിയിലാണ് ഇതിനെ ഞാൻ ഡീൽ ചെയ്യുക, എങ്ങനെയാണ് ഇതിനെ ഞാൻ പോസിറ്റീവായിട്ട് നേരിടുക എന്നൊക്കെ ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇതിൽ നിന്നും എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണെ ഒരിക്കലും കിട്ടില്ല എന്നൊക്കെയുള്ള പേടികൾ, വ്യാധികൾ, വ്യാകുലതകൾ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഈ വ്യക്തി. അപ്പം ആലോചനകൾ, നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്ന സമയങ്ങൾ, നിങ്ങളുമായിട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്ന മെമ്മറീസ് ഇതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടും വളരെയധികം അട്രാക്റ്റ് ചെയ്യാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഫാസ്റ്റ്ലി അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ദിസ് കാർഡ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ സ്നേഹവും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ഒരു തരി പോലും ഗ്യാപ്പിട്ട് നിൽക്കാനോ കുറച്ച് പോലും നിങ്ങളിൽ നിന്നും മാറി നിൽക്കാനോ അവർക്ക് പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങളുടെ സ്നേഹം അത്രമാത്രം അവരെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു മെമ്മറി തന്നെയാണ്. അവരുടെ ജോലികൾ ചെയ്യുമ്പോഴും അവരുടേതായ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴും അവർക്ക് എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ദിസ് ടൈം ഈ ഒരു കാര്യം തന്നെയാണ്. അവരെപ്പോഴും അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴും അത് എന്താ പറയുക, ഒരു വലിയൊരു തെറ്റ് പോലെ എപ്പോഴും അവരെ അത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇണക്കങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർത്തേക്കുക. കാരണം ആ വ്യക്തിയുടെ മനസ്സ് ഭയങ്കരമായിട്ട് എന്താ പറയുക, കലക്കവെള്ളത്തിൽ കൈതൊട്ട എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കലവെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നമുക്ക് വല്ലതും കാണാൻ പറ്റുമോ? അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവരുടെ മൈൻഡ് എന്ന് പറയുന്നത്. നിങ്ങളെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് നിങ്ങളിൽ നിന്നുള്ളൊരു ചെറിയ ഗ്യാപ്പ് അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ളൊരു വ്യത്യാസം പോലും, നിങ്ങളുടെ മനസ്സിൽ വിരിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്കത് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് താങ്ങാനുള്ള കെൽപ്പോ കപ്പാസിറ്റിയോ ഒന്നും അവർക്കില്ല. അവരുടെ ഓരോരോ നീക്കങ്ങളും നിങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. നിങ്ങളില്ലാതെ അവർ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ മുന്നോട്ടൊരു വേ ഇല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അവരുടെ ജീവിതത്തിൽ പല സ്ഥലത്തും പല സിറ്റുവേഷനിലും അവർ ചിലപ്പോൾ നിങ്ങളോട് മോശമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പെരുമാറിയിട്ടുണ്ടാവാം. മേ ബി അവരുടെ സാഹചര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ്റെ ആ ഒരു തിരക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് നിങ്ങളത് മനസ്സിലാക്കുക. മറ്റ് വേറൊരു റീസണും അതിൻ്റെ പിന്നിലില്ല. നിങ്ങളൊരിക്കലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ളൊരു മനസ്സ് തന്നെയാണ് അവരുടെ. അത് ഇപ്പോഴും മാറിപ്പോയിട്ടില്ല. വേറൊരാളെ സ്വീകരിക്കാനോ വേറൊരാളെ തേടി പോകാനോ ഉള്ളൊരു മനസ്സൊന്നും അവർക്കില്ല. അത്രയ്ക്ക് കട്ടിയൊന്നും ഇല്ലാത്തവരാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് വെറുതെ ഒന്ന് നോക്കാം, എന്താണ് ഏഞ്ചൽസ് പറയുന്നത് എന്ന്. കാരണം കുറച്ച് ദിവസമായി ഏഞ്ചൽസ് ഗൈഡൻസ് ഞാൻ നോക്കിയിട്ട്. ഇപ്പം നിങ്ങളുടെ ഇതിൽ എനിക്ക് ശരിക്കും അങ്ങനെ ഗൈഡൻസ് നോക്കാനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന റീകൺസിഡർ. ചില കാര്യങ്ങൾ നമ്മൾ പുനഃപരിഗണിക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത്. കാരണം നിങ്ങൾ വേണ്ട, ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി വേണ്ട, മടുത്തു, കുറേ ആയി, ഇനി എനിക്ക് പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളൊന്നും കൂടി പുനഃപരിശോധന നടത്തണം എന്നാണ് പറയുന്നത്. ഒരു തവണ കൂടി നിങ്ങളൊരു ചാൻസ് കൊടുക്കുക, എന്നിട്ടത് പറ്റുമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. ഒരു തവണ കൂടി നിങ്ങൾ ചാൻസ് കൊടുക്കാൻ യൂണിവേഴ്സായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ ഒരു ചാൻസിൽ അവർ ബെറ്റർ ആയിരിക്കും, നല്ലൊരു രീതിയിൽ അവർ മുന്നോട്ട് വരും. ക്ഷമിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ദൈവം തന്നിട്ടുള്ള എന്തിനാ? ക്ഷമിക്കാനല്ലേ. ഓക്കെ, അത് വിചാരിച്ചിട്ട് ടോക്സിസിറ്റി അപ്പാടെയുള്ള റിലേഷൻഷിപ്പൊന്നും എടുത്ത് തലവെക്കാൻ ആരും പറയുന്നില്ല കേട്ടോ. അവനവൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ. സെക്കൻഡ് കാർഡ് വന്നിട്ട് ആസ്ക് യുവർ ഏഞ്ചൽസ്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ചില ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആസ്ക് യുവർ ഏഞ്ചൽസ്. എങ്ങനെ? ത്രൂ യുവർ മെഡിറ്റേഷൻ. നമ്മുടെ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ എടുത്ത് വെച്ച് മെഡിറ്റേറ്റ് ചെയ്ത് അതിന് ശേഷം നിങ്ങളുടെ ഏഞ്ചൽസിനെ, നിങ്ങളതിനനുസരിച്ച് ഏഞ്ചൽസിനെ നിങ്ങൾ
കാണുക, അല്ലെങ്കിൽ ഏഞ്ചൽസിനോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക. അതിനുള്ള ബെസ്റ്റ് ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. നമ്മൾ പ്രെയർ നടത്തുന്നുണ്ട്, എവറി സാറ്റർഡേ പ്രെയർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് വെച്ച് നമ്മൾ പ്രെയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ 3 ചാനലിൻ്റെയും സമയങ്ങൾ, ഏത് സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആൻസർ എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് തന്നാലും മതി. കാരണം നമ്മുടെ 3 ചാനലും സബ് ചെയ്തിട്ടുള്ള വ്യക്തികളാണോ നിങ്ങൾ? 3 ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. ആൻഡ് നമ്മുടെ 3 ചാനലിലും വീഡിയോസ് ഇടേണ്ടത് സെയിം ടൈം തന്നെയാണോ? അതായത് ഇപ്പോൾ ഒരു 8 മണി അല്ലെങ്കിൽ 7 മണി, രാത്രി 7 മണിയാണെങ്കിൽ ആ 7 മണിക്ക് 3 വീഡിയോയും അപ്ലോഡ് ചെയ്യണം. 3 ചാനലിലും 3 വീഡിയോ 7 മണിക്ക് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾ കണ്ടുകൊള്ളാം. അതല്ല 3 ചാനലിലും ഡിഫറെൻറ്റ് ടൈമിൽ പല സമയത്ത് വീഡിയോസ് ഇട്ടാലാ അതാണ് ഞങ്ങൾക്ക് കംഫർട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ സെയിം ടൈം വേണോ ഡിഫറെൻറ്റ് ടൈം വേണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചേട്ടാ ബൈ ബൈ, സീ യു.